ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളിവിടെ എടുത്തിരിക്കുന്നതല്ല പഴുത്ത മാങ്ങയാണ്. നമ്മുടെ മാംഗോ ഐസ്ക്രീമിന് ഫ്ലേവറും നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാല് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മാംഗോ വൃത്തിയാക്കി ക്ലീനാക്കി നല്ല കണക്ക് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഒഴിക്കുന്നത് ഈ രണ്ട് ടിന്നിനകത്തേക്കാണ്. ഇതും ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ ടിന്നാണ്. നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒരു മാങ്ങയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ മാങ്ങ തികയത്തില്ലെന്ന് തോന്നിയപ്പോൾ ചെയ്തതാണ്. പിന്നീട് നമ്മളിത് നമ്മുടെ മിക്സിയുടെ ജാറിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ക്രീം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാലിനകത്തേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മുടെ ആ മാംഗോയുടെ ഇതുള്ള ആ ജാറിനകത്തേക്ക് പാലൊഴിച്ചിട്ട് 2 വട്ടം ഒന്ന് അടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് തരിതരിയായിട്ടുണ്ട്. ഇത് നമുക്ക് കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാവും ഇങ്ങനെ ചെയ്തത്. അല്ല കടിക്കാതെ ക്രീം പോലെ ഇരിക്കണമെങ്കിൽ മറ്റേ രീതി ചെയ്താൽ മതി. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ. പിന്നെ നമ്മളിതിൻ്റെ ബാറ്റർ നമ്മുടെ ഈ 2 മോൾഡിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നത് ഈ ഒരു പാത്രത്തിനകത്തേക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. നമ്മൾ ഫ്രീസറിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പാത്രത്തിൽ വെച്ചത് 2 മണിക്കൂറായപ്പോൾ തന്നെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ക്രീം പോലെ വന്നായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതിന്. സൂപ്പർ. നമ്മുടെ ഐസ്ക്രീം മെൽറ്റായപ്പോൾ ഈ ഒരു പരുവത്തിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. കറക്റ്റ് ഐസ്ക്രീമിൻ്റെ അതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മെൽറ്റ് ആകുമ്പോൾ നമ്മുടെ നോർമൽ ഐസ്ക്രീം പോലെ തന്നെയാണ് മെൽറ്റ് ആകുമ്പോഴും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്